ഏത് പാട്ടാന്ന് പാടണേ? ലക്ഷാർച്ചന കണ്ടു. ആഹാ, നമ്മുടെ പണ്ടത്തെ ഉഗ്രം പാട്ടല്ലേ അത്? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. മൂവി അയലത്തെ സുന്ദരി. അയലത്തെ സുന്ദരിമാരെ നോക്കാറുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ബാക്കി ഡീറ്റെയിൽസ്. എവിടത്തെ സുന്ദരിയെ നോക്കാറുള്ളത്? ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും വില്ലേലുണ്ട്. ഞങ്ങള് നീ ഭക്ഷണം കഴിച്ചോടി, നീ വെള്ളം കുടിച്ചോടി, അങ്ങനെ അന്വേഷിക്കും. അന്വേഷണമുള്ളൂ. ഇനി ബാക്കി ഡീറ്റെയിൽസ്. ലിറിക്സ് അയലത്ത് സുന്ദരി ഓർത്തപ്പോ മറന്നുപോയി. ഗോപാലകൃഷ്ണൻ സാർ. വെറും ഗോപാലകൃഷ്ണനോ? മാങ്കൊമ്പല്ല, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ സാർ. പിന്നെ ശങ്കർ ഗണേഷ് സാർ. അവരെന്ത് ചെയ്തു? അവരെന്താ ചെയ്തേന്ന്? ശങ്കർ പുറത്തുണ്ട്, ഗണേഷ് സാർ ഇവിടെ. ഞാൻ അവര് ശങ്കർ ഗണേഷ് ശങ്കരവിടെ കണ്ടു. ശങ്കരൻ ഇവിടെ ഉണ്ട്, ഗണേഷ് പുറത്തോടെ. ആ ശങ്കറിന്റെ കാര്യം, ശിവശങ്കരന്റെ കാര്യമല്ല ചോദിച്ചത്. ഇതിലിപ്പൊ പറഞ്ഞ ശങ്കർ ഗണേഷിന്റെ കാര്യം ചോദിച്ചത്. അവരെന്താ ചെയ്തെന്ന് ഈ പാട്ടില്? നീയല്ലേ പറഞ്ഞ ശങ്കർ ഗണേഷ്? മ്യൂസിക്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇതെന്താന്ന് വിചാരിച്ചു, ശങ്കർ പുറത്തുണ്ട്, ഗണേശ് അതിലൂടെ പോയി. നീ തന്നെയല്ലേ ശങ്കർ ഗണേഷ് എന്ന് പറഞ്ഞത്? അതെ, ശങ്കർ ഗണേശ് എന്ന് പറഞ്ഞു, പക്ഷെ എന്താന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ അവരെന്താ ചെയ്തേ? ശങ്കരൻ അവിടെ ഉണ്ട്, ഗണേഷ് പുറത്തു പോയി. ഗണേഷ് ആരാ? അതെ, ഉണ്ട് അവിടെ ഒരാള്. ഗണേശ് ദൈവം. ഡോറെ മുട്ടുന്ന കേസ് പറഞ്ഞപ്പോ മൊത്തം കയ്യിന്ന് പോയി. അതാ സംഭവിച്ചത്. റിമി ചേച്ചി, ഇനി വരാൻ പോകുന്ന ആളെ പറ്റി പറയാൻ വന്നതാ കൊഞ്ചിലൊക്കെ പോയി. ഇപ്പൊ ഈ പിള്ളേരോട് നമ്മള് സംസാരിച്ചാണെന്ന് തോന്നുന്നു. എന്റെ വീട്ടിലെയും പിള്ളേര് അതൊക്കെ റീസെന്റ് ആയിട്ട് എന്റെ ജീവിതത്തിൽ വന്നേക്കുന്ന. പിന്നെ ഈ പ്രോഗ്രാംസിലെ പിള്ളേര്, അപ്പൊ അതും നമ്മുടെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. നമ്മളെല്ലാരോടും, വലിയ ആൾക്കാരോടും എന്ത് പിന്നെ ഓർക്കോ, ഇത് പരിപാടിയല്ലല്ലോ, ഓക്കെ ചക്കര, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ സ്വഭാവത്തിലുള്ള ആ ഒരു നല്ലല്ലേ, അത് കുറച്ച് പോസിറ്റിവിറ്റി വരുക. അതെ, അത് നല്ലതാ. പക്ഷെ ഞാനിപ്പോ ചോദിക്കാൻ പോകുന്ന ഒരു ഭയങ്കര സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഒറ്റ ആൻസർ. ഇന്റർവ്യൂ ആണോ? ഞാൻ ഓൺലൈനാണോ? അല്ലല്ല, ഇത് നമ്മുടെ സ്വന്തം. അതായത് ഇന്ന് ഇവിടെ വരാൻ പോകുന്നത് പാർവണക്കുട്ടിയാണ്. അപ്പൊ നമ്മുടെ ചേച്ചി. അതെ, പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ജഡ്ജസ് പാർവണക്കുട്ടി വരുമ്പോ പാർവണയാണോ കാണാൻ കാത്തിരിക്കുന്നത്, അതെയോ ഗുണ്ടബിനുവിനെയാണോ? അപ്പൊ രണ്ടുപേര്. എന്നാലും സീരിയസ് ആയിട്ട് ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ വന്നാലല്ലേ ഗുണ്ടബിനുവിനെ കാണാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ പാർവണ വന്നോട്ടെ. ഗുണ്ടബിനു ഫ്രീ ആണല്ലോ. ഗുണ്ടബിന്റെ സ്റ്റേജ് കയറുമ്പോ മാത്രം ഇങ്ങനെ ഭയങ്കര മിണ്ടത്തില് അടങ്ങിയിരിക്കും. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയ ശരിക്കും ഗുണ്ടബിനു. എന്തായാലും പാർവണക്കുട്ടി വന്നിട്ട് നമുക്ക് ബാക്കി ലെറ്റ്സ് വെൽക്കം പാർവണക്കുട്ടി ഓൺ സ്റ്റേജ്. പാർവണക്കുട്ടിയുടെ നടത്തൊരു പ്രത്യേക സ്റ്റൈലാട്ടോ. അതെ അതെ അല്ലേ? ടീച്ചർമാരൊക്കെ നടക്കണ പോലെ അല്ല, ക്ലാസ് റൂമിന്റെ മുമ്പിൽ കൂടെ ടീച്ചർമാർ നടക്കൂലേ, അല്ലെങ്കിൽ അല്ലെ? ഈ സ്കൂളില് പ്രാർത്ഥന പാടാനായിട്ട് ഹെഡ് മാസ്റ്റർ റൂമിൽ പോവും. അപ്പൊ ഒരു ഇട്ടൂപ്പ് മാസ്റ്റർ ഉണ്ടായിരുന്നു, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. കയ്യിലെപ്പോഴും വടിയും കൊണ്ടേ നടക്കുള്ളൂ, ഭയങ്കര ദേഷ്യക്കാരനാ. അപ്പോൾ എല്ലാവർക്കും പേടിയാ, അവിടുത്തെ മറ്റുള്ള സാറുമാർക്കും പേടിയാ ഈ ഹെഡ് മാസ്റ്ററെ, ഇട്ടൂപ്പ് മാസ്റ്ററെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറിന്റെ പേര് തോമസ് മാഷനായിരുന്നു. എല്ലാരും വിളിക്കുന്ന പേര് ഹിന്ദി തൊമ്മൻ എന്നാ. അപ്പോ ഇങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പ്രതിജ്ഞയെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട്, ആരാ മധുവിന്റെ ക്ലാസ് ടീച്ചർ ആരാണ്? ഹിന്ദി തൊമ്മൻ. അല്ല, മുഖം ഇങ്ങനെ ഇങ്ങനെ ദേഷ്യം പോലെ ആയിട്ട് പിന്നെ ചിരിച്ചിട്ട് പാടുന്നവരോടൊക്കെ വലിയ സ്നേഹമാണല്ലോ. അത് നമുക്ക് പാട്ടുകാർക്ക് കിട്ടുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. എന്തോ എല്ലാവർക്കും ഞങ്ങളെ ഇഷ്ടമാണ്.